നമസ്കാരം. പ്രേമരാജൻ മുന്നാട്. അപ്പോൾ നമ്മളെ തലസ്ഥാന നഗരി, രാജ്യ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് വീണ്ടും. അപ്പോൾ എന്നോട് കുറേ ആളുകൾ ഈ സമരത്തെ ഞാൻ അനുകൂലിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ആ സമരത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ രണ്ട് കാര്യം, അതിലൊരു കാര്യം ഇപ്പോൾ പറയാം, പിന്നെ മറ്റൊരു വീഡിയോ പറയാം. അതിലവർ പറഞ്ഞത് രാജ്യത്തെ വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരാണ് അവിടെ സമരം ചെയ്യുന്നത്, വിദ്യാർത്ഥികളാണ്, അവർ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ് എന്നൊക്കെ. അവർക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയിട്ടാണോ എന്നൊരു സംശയം എനിക്കിപ്പോൾ ഉണ്ട്. അവർ സമരം ചെയ്യുന്നത് അവർക്ക് വിദ്യാഭ്യാസം അറിവും കൂടിപ്പോയിട്ടാണ്. കാരണം ഈ സമരത്തെ പിന്തുണക്കുന്നവരോടും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കുകയാണ്, അത് പ്രതിഷേധിക്കേണ്ടതുമാണ്. ആ സമരത്തിനകത്ത് ചില ആളുകൾ നിന്നുകൊണ്ട് പറയാണ്, നമുക്കൊറ്റൊരു കൊടിയേ ഉള്ളൂ, നമുക്കൊരു കൊടിയേ വേണ്ടൂ എന്ന് പറയാണ്. എന്നിട്ട് ഒരു കൊടിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതാ കൊടിയെന്നല്ലേ? ഭാരതത്തിൻ്റെ പവിത്രമായ ത്രിവർണ പതാക. ത്രിവർണ പതാക രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ചർക്കയും അതുപോലെ തന്നെ മറ്റു പല ചിഹ്നങ്ങളുമായിട്ടാണ്. പക്ഷെ അശോക ചക്രമുള്ള ത്രിവർണ പതാക അത് ഈ രാജ്യത്തിൻ്റെ ത്രിവർണ പതാകയാണ്. ആ ത്രിവർണ പതാക എപ്പോൾ, എവിടെ, എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ UP സ്കൂളിൽ പഠിക്കുന്നത് മുതലേ നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ മടക്കണം. ഞാനൊരിക്കൽ സ്കൗട്ടിന് നിന്ന സമയത്ത് ഒരിക്കൽ കൊടി അഴിച്ചു വെക്കുന്ന സമയത്ത് അത് മടക്കിയതിലൊരു പോരായ്മ വന്ന് ഒരു വാല് കുറച്ച് നീണ്ടു പോയപ്പോൾ എന്നെ മാഷ് ശാസിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് പണിഷ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത്രമാത്രം പവിത്രമായി കാണേണ്ടതാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തെയും രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും തകർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, രാജ്യത്തിൻ്റെ അങ്ങനെയുള്ള പലതും തകർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദിക്കെതിരെ നമ്മൾ സമരം ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യയുടെ ത്രിവർണ പതാകയെ അപമാനിക്കുകയാണ്. ഒരു സമരത്തിൽ വലിച്ചഴിച്ചു കൊണ്ടുപോകേണ്ട സാധനമാണോ? ഒരു സമരത്തിൽ പിടിക്കേണ്ട ഡൽഹിയിൽ പോലീസ് ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ നെഞ്ചോട് ചേർക്കുന്ന ത്രിവർണ പതാക തെരുവിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു. ഈ ത്രിവർണ പതാക നിലം തൊടാൻ പോലും പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് റിപ്പബ്ലിക് ഡേ, ആഗസ്റ്റ് 15 ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ്. ബാക്കിയുള്ള എല്ലാ ദിവസവും നമുക്ക് ത്രിവർണ്ണ പതാക ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെ അത് രാഷ്ട്രപതി, പോലീസ് സേന, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, ആ മന്ത്രിമാരുടെ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക ഒരിക്കലും ഒരു സമര രംഗത്ത് ഉപയോഗിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ കോടതിയും പോലീസും അതിൽ ഇടപെടേണ്ടതാണ്. എന്താണ് ഈ രാജ്യത്തിൻ്റെ ചില പാർട്ടിയുടെ പതാകകളൊന്നും ഒരു അച്ചടക്കവുമില്ലാതെ ഉപയോഗിക്കുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയാണോ ഈ വിദ്യാസമ്പന്നരായ ആളുകൾ ഇങ്ങനെയാണോ കണ്ടിട്ടുള്ളത്? അപ്പോൾ അവരിങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത്? ഇങ്ങനെ ത്രിവർണ പതാകയെ ഉപയോഗിക്കണമെന്ന് അതിനെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും ഞാൻ ചോദിക്കട്ടെ, അവിടെ പിന്തുണയുമായി പോയ നിരവധിയായ രാഷ്ട്രീയ പാർട്ടികളുടെ നിങ്ങളുടെ കൊടി കൊണ്ടുപോകാത്തത്? നിങ്ങളുടെ കൊടി എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല പിന്തുണക്കുന്ന ആളുകൾ? എന്നിട്ട് അവരവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ പതാകയാണ്. ആ പതാകയെ നിങ്ങൾ അപമാനിക്കുകയാണ്. രാജ്യത്ത് ഭരിക്കുന്നവർ കാണിക്കുന്ന കോപ്രായങ്ങളോ തെമ്മാടുത്തമോ എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ട് നമ്മൾ നേടിയെടുത്ത അഭിമാനത്തിൻ്റെ ത്രിവർണ പതാകയെ അപമാനിക്കുവാനും രാജ്യത്തിൻ്റെ തെരുവീതികളിൽ അത് വലിച്ചിഴക്കുവാനും രാജ്യത്ത് ഉടനീളം നടക്കുന്ന സമരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണത്. സമരത്തിന് ഈ ത്രിവർണ പതാക ഉപയോഗിച്ചിട്ടാണോ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്തിട്ടുള്ളത്? സമരസ്ഥലങ്ങളിൽ അക്രമവും പ്രതിഷേധങ്ങൾ പല നിലയിലേക്ക് പോകുമ്പോൾ നിലത്തിട്ട് ചവിട്ടി വലിച്ച് ഇഴച്ചു കൊണ്ടുപോകുന്ന ആ ത്രിവർണ പതാകയോട് കാണിക്കുന്ന അപമാനം തന്നെ അത് ഈ രാജ്യത്തിൻ്റെ അപമാനമാണ്. എന്നിട്ട് വിദ്യാസമ്പന്നരാണ് അവിടെ സമരം ചെയ്യുന്നതെന്ന്. ആദ്യം ആ പതാക അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ഈ നാട്ടിലെ കോടതിയും പോലീസും ഇടപെടണം, ഭരണകൂടവും ഇടപെടണം. ഒരിക്കലും സമരവേദിയിൽ ഇന്ത്യയുടെ
അഭിമാനമായ ത്രിവർണ്ണ പതാക ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ഇതിനെ കുറേ ആളുകൾ, ഞാൻ ഇതിനെ CJPക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ പലതും പറഞ്ഞ് എന്നെ സംഘീവൽക്കരിച്ച ആളുകളുണ്ട്, എന്നെ സുഡാപ്പിയാക്കിയ ആളുകളുണ്ട്. എന്താക്കിയാലും രാജ്യത്തിൻ്റെ അഭിമാനമായ പതാക, ആ ത്രിവർണ്ണ പതാക അത് ഉയരേണ്ടതിടത്തേ ഉയരാൻ പാടുള്ളൂ. അത് തെരുവിൽ, സമരവീതികളിൽ, റോഡിലിട്ട് വലിച്ചഴക്കണം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്ക്. സമരത്തിന് ഉപയോഗിക്കേണ്ട പതാകയല്ല. അതിന് ആ രാഷ്ട്രീയത്തിന് അതിനൊരു സിമ്പലോ പതാകയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു പതാക ഉണ്ടാക്കിയിട്ടാണ്. ഇത് ഈ നാട്ടിലെ സമരത്തെ അനുകൂലിക്കുന്നതും അനുകൂലിക്കാത്തതുമായ മുഴുവൻ ഇന്ത്യൻ പൗരൻ്റെ പതാകയാണ്. ആ പതാക എടുത്ത് ഇവർക്ക് സമരം ചെയ്യാൻ അനുമതി കൊടുത്തത് തീർത്തും പ്രതിഷേധാർഹമാണ്. അതിൽ പ്രതിഷേധിക്കേണ്ടതാണ്. സമരം എല്ലാവരും ചെയ്തോ, പക്ഷേ ത്രിവർണ്ണ പതാക നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ത്രിവർണ്ണ പതാക ഉപയോഗിക്കുന്ന രാഷ്ട്രീയങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ അവരുടേതായ ചിഹ്നങ്ങളുണ്ട്. അശോകചക്രം വെച്ചുകൊണ്ട്, അശോകചക്രവും ആരക്കാലും വെച്ചുകൊണ്ടുള്ള ത്രിവർണ്ണ പതാക അത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും അഭിമാനമായതാണ്. ആ പതാക സമരരംഗത്ത് ഉപയോഗിച്ചത് അതിശക്തമായി ഇവിടുത്തെ മുഴുവൻ ജനതയും പ്രതിഷേധിക്കുകയാണ്. ആ സമരവേദിയിൽ നിന്ന് ത്രിവർണ്ണ പതാക മാറ്റി അവർ ഉന്നയിക്കുന്ന വിഷയത്തിൽ അവർ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ പതാക മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് രാജ്യത്തെ അപമാനിക്കലാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ത്രിവർണ്ണ പതാകയെ അപമാനിക്കുന്നതാണ്. അതൊരു സമര സ്ഥലത്ത് പാടില്ല. ബഹുമാനപ്പെട്ട കോടതിയും ഇവിടുത്തെ ഭരണാധികാരികളും പോലീസും അതിലിടപെടണം. ആ പതാക അവിടുന്ന് മാറ്റാൻ വേണ്ടി. പതാക ഉപയോഗിക്കേണ്ടത് ആഗസ്റ്റ് 15 റിപ്പബ്ലിക് ദിനം, അതുപോലെ തന്നെ മന്ത്രിമാർ, റെയിൽവേ, അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. സാധാരണ സമരക്കാർക്കോ എനിക്കോ നിങ്ങൾക്കോ എല്ലാ ദിവസവും ഉപയോഗിക്കാനുള്ള അവകാശമില്ല. അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയതാണ്. നിങ്ങൾ ഭരണഘടനയെ അംഗീകരിക്കുന്നെങ്കിൽ, നിങ്ങൾ ഭരണഘടന നിലനിൽക്കണമെന്നാണ് നിങ്ങളുടെ സമരമെങ്കിൽ, നിങ്ങൾ ആദ്യം ത്രിവർണ്ണ പതാക എടുത്തു മാറ്റുക. എന്നിട്ട് നിങ്ങൾ സമരം ചെയ്യുക.